കിടക്കയിൽ നിന്നും സുബഹ് ബാങ്ക് കേട്ടുകൊണ്ട് സുലൈഖ ചാടി എഴുന്നേറ്റു. റബ്ബേ, ഇന്ന് വൈകിയോ? വാതിലിലുള്ള മുട്ടൊന്നും കേൾക്കാനില്ലല്ലോ. ഉമ്മയും ഉറങ്ങിപ്പോയതാണോ? കല്യാണം കഴിഞ്ഞു വന്ന അന്ന് തുടങ്ങിയ ഉപദേശമാണ് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കണമെന്നുള്ളത്. ഉമ്മയും എഴുന്നേൽക്കും ആ സമയം തന്നെ. പക്ഷേ നിസ്കാരം കഴിഞ്ഞ ഉടനെ ഉമ്മ കിടന്നുറങ്ങും. ഞാൻ നേരെ അടുക്കളയിലേക്കും. അവിടെ തുടങ്ങലായി എൻ്റെ അന്നത്തെ ഒരു ദിവസം. ചായ, പലഹാരങ്ങൾ, ചോറ്, അങ്ങനെ അങ്ങനെ അങ്ങനെ. സുലൈഖ, എടി സുലൈഖ, വാതിലിൽ ഉറക്കെ മുട്ടിക്കൊണ്ട് ആമിനാത്ത ഒച്ചയിട്ടു. ദാ ഉമ്മ വരുന്നു. നിസ്കാരം കഴിഞ്ഞിറങ്ങലായി. നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ സുബഹിന് മുമ്പ് എഴുന്നേൽക്കണമെന്നുള്ളത്. അതെങ്ങനെയാ? ഉമ്മയും ഉപ്പയും നന്നായാലല്ലേ മക്കള് നന്നാവൂ. മതി ഉമ്മ, നിർത്ത്. എന്തിനാ? എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഇപ്പൊ ഇല്ലാത്ത എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും എന്തിനായി വലിച്ചിടുന്നത് ഇതിലേക്ക്? ഇനി ഇത് ആവർത്തിക്കില്ല. ഇന്നലെ കുറേ വൈകിയല്ലേ കിടന്നത്, അതാ ഉറങ്ങിപ്പോയത്. കണ്ടോ പെണ്ണിന്റെ നാവിനെ നീളം വെച്ചത്? അന്നെക്കുറിച്ച് ഈ നാട്ടുകാരെന്തൊക്കെയാ പറയുന്നത്? ഒരു പാവം പെണ്ണ്, വായിൽ വിരലിട്ടാൽ പോലും കടിക്കാത്തത്. അനക്കല്ലേ അറിയൂ തൻ്റെ തനി ഗുണം. അയ്യോ ഉമ്മ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല. ഞാൻ ഉമ്മാനെ ഒന്നും പറഞ്ഞില്ല. ഒന്നും അറിയാത്ത എൻ്റെ ഉമ്മാനെയും ഉപ്പാനെയും കുറിച്ച് പറഞ്ഞപ്പോൾ അറിയാതെ പറഞ്ഞു പോയതാ. മതി, വേഗം അടുക്കളയിലേക്ക് ചെന്ന് ചായയും കടിയും ഉണ്ടാക്കി ടേബിളിൽ കൊണ്ടുവെക്ക്. പിന്നെ നാളെ ഫൈസി വരുമ്പോഴേക്കും ഇന്ന് രാത്രി കുറച്ചധികം പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കണം കേട്ടോ. പിന്നെ അവൻ നാളെ വരികയല്ലേ, അവനെ കൂട്ടാൻ വരാൻ അവൻ്റെ പെങ്ങന്മാരൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചധികം തന്നെയല്ലേ ഉണ്ടാക്കിക്കൊള്ളി. പിന്നെ ഇന്ന് നല്ല വറുത്തരച്ച കോഴിക്കറിയും പത്തിരിയും മതി കേട്ടോ. എന്നാ വേഗം പോയി ഉണ്ടാക്ക്. ഞാനൊന്ന് കിടക്കട്ടെ, വല്ലാത്ത കാലുവേദന. സുലൈഖ വേഗം അടുക്കളയിലേക്ക് ചെന്നു. അവൾ വേഗം കടലാസ് മൂലയുമായി തീ കത്തിക്കാൻ തുടങ്ങി. റബ്ബേ, ഇന്ന് തീയും കത്തുന്നില്ലല്ലോ. ഇനി അതിനും വഴി കേൾക്കേണ്ടി വരുമോ? അവൾ മെല്ലെ മണ്ണെണ്ണ എടുത്ത് കുറച്ചൊഴിച്ച് തീ കത്തിച്ചു. വേഗം ചായക്കുള്ള വെള്ളം വെച്ചു. ശേഷം മുറ്റത്തെ ലൈറ്റ് ഓണാക്കി ഒരു തേങ്ങ എടുത്ത് പൊളിച്ച് അത് ചിരകിയെടുത്തു. അപ്പോഴേക്കും ചായ തിളച്ച് അതൊരു പാത്രത്തിലാക്കി അവിടെ വെച്ചു. ഇനി കറിക്കുള്ള തേങ്ങ കൂടി വറുക്കണം. അത് കഴിഞ്ഞിട്ട് വേണം ചോറിനുള്ള വെള്ളം വെക്കാൻ. അവൾ ഓരോന്നായി വേഗം എടുത്തു. ശേഷം ഒരു ഗ്ലാസ് ചായ എടുത്ത് ആമനുമ്മയ്ക്ക് വെച്ച് അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്ത് ഉപ്പ കിടക്കുന്ന റൂമിലേക്ക് പോയി. ഉപ്പ, ഉപ്പ. ആ മോളെ സുലൈഖാവാ. ഞാൻ നേരം വൈകിയോ ഉപ്പ? ഇല്ല മോളെ, ഇന്ന് അമിനാൻ്റെ വായിലിരിക്കുന്നത് നീ കേട്ടോ? അതൊന്നും നമുക്കൊരു പുത്തരിയല്ലല്ലോ ഉപ്പ, കുഴപ്പമില്ല. പിന്നെ ഉപ്പ ഇന്ന് നല്ല വറുത്തരച്ച കോഴിക്കറിയും പത്തിരിയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മോളെ, നീ ഇങ്ങനെ പാവമാവല്ലേ, അതാ എല്ലാവരും മുതലെടുക്കുന്നത്. എൻ്റെ പെൺമക്കളൊക്കെ ഇന്ന് വരുമല്ലോ. പക്ഷെ ആരും വൃദ്ധൻ്റെ അടുക്കലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. എൻ്റെ സുഹറ വരും, അവൾക്കേ വയസ്സനോടൊരു സ്നേഹമുള്ളൂ. പിന്നെ ഫൈസി, അവൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. സാരമില്ല ഉപ്പ, ഇതൊക്കെ എൻ്റെ വിധിയായിരിക്കും. ചെറുപ്പം തൊട്ടേ ഇങ്ങനെ തന്നെയാ. സമയങ്ങളിൽ ഉമ്മാൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എവിടേക്കെങ്കിലും ഇറങ്ങിപ്പോകാൻ തോന്നും. പക്ഷെ എവിടേക്ക് പോകാനാ? സ്വന്തം ഉമ്മ ഉണ്ടെങ്കിൽ ഞാൻ എവിടേക്ക് പോകാമായിരുന്നു. അതിനുള്ള ഭാഗ്യം പോലും എനിക്കില്ലല്ലോ. പിന്നെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി ചെയ്തിട്ടെങ്കിലും ജീവിക്കാമായിരുന്നു. അതുമില്ല. ഇപ്പൊ പഠിച്ചവർക്ക് തന്നെ ജോലി ഇല്ലാത്ത കാലമല്ലേ ഇപ്പ. പിന്നെ എന്നെപ്പോലുള്ള അവർക്ക് എങ്ങനെ ജോലി കിട്ടാനാ? ആകെ അറിയാവുന്നത് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കാനാ, അല്ലാതെ എന്നെ എന്തിനു കൊള്ളാം. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയായി ഒഴുകി. പഠിച്ചോനെ, ഞാൻ എൻ്റെ ഉപ്പാനെ വിഷമിപ്പിച്ചോ? ടെൻഷനൊന്നും അടിക്കരുതെന്നല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അയ്യോ, ചായ കുടിച്ച് വേഗം ഗുളിക കഴിക്കട്ടോ ഉപ്പ. എന്നെക്കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മോളെ. മോളെ അങ്ങോട്ട് ചെല്ല്, നേരം വൈകിക്കണ്ട. അമ്മിനെ എഴുന്നേറ്റിട്ടുണ്ടാവും. അയ്യോ, സമയം വൈകിയോ? ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ഇനി താത്തമാരൊക്കെ വരുന്നതാ.
ചോറും കറിയൊക്കെ ഉണ്ടാക്കേണ്ടതാ. വേഗം അടുക്കളയിലേക്ക് ചെന്നു. അവിടെയുള്ള പാത്രങ്ങളൊക്കെ കഴുകി തുടച്ചു വെച്ച് നടുവൊന്ന് നിവർത്തി സുലൈഖ. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അടുത്തതിനുള്ള ഓർഡറുമായി എത്തിയ ആമിനാത്ത. ആ സുലൈഖ, ഉച്ചക്കേക്ക് നല്ല നെയ്ച്ചോറും കറിയൊക്കെ ആക്കിക്കോട്ടോ. പിന്നെ ചിക്കൻ പൊരിച്ചതും എല്ലാം അങ്ങോട്ട് ഉണ്ടാക്കിക്കോ, എൻ്റെ മക്കളൊക്കെ ഉള്ളതല്ലേ. സുലൈഖക്ക് ഒന്നിനൊന്നും സമയമുണ്ടായിരുന്നില്ല. നിന്ന് തിരിയാൻ പോലും അത്രക്ക് പണിയായിരുന്നു. സഹായത്തിന് പോലും ആരും ഇല്ല. എല്ലാവരും സമയത്ത് വന്ന് ഭക്ഷണം കഴിക്കാൻ പോകും. എല്ലാ പാത്രങ്ങളും വരുണ്ടാകും അവിടെ. യാതൊരു പരാതിയുമില്ലാതെ അവൾ അവളുടെ ജോലിയിൽ മുഴുകി. ഇത്താത്തമാരൊക്കെ വന്നാൽ പിന്നെ ബഹള. അവരൊക്കെ ഉമ്മാന്റെ കൂടെ റൂമിലിരുന്ന് വാതിലടക്കും. ആ ഉപ്പ, വേഗം ചോറ് കഴിക്കട്ടോ, ഇന്ന് നിന്ന് തിരിയാൻ സമയമില്ല. ഞാൻ പോട്ടെ. എൻ്റെ കുട്ടിയെ കാക്കണേ റബ്ബേ. മോളെ സുലൈഖ, നീ ഒന്ന് സുഹറയുടെ റൂമിലേക്കൊന്ന് വരാൻ പറയണേ. ആ പറയാം ഉപ്പ. എന്നാ ശരി, അപ്പൊ വേഗം കഴിക്കട്ടോ. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ എല്ലാവരും ഒരു 100 വട്ടം സുലൈഖയെ വിളിക്കും. എടി സുലൈഖ, അതെടുക്ക്. എടി സുലു, ആ ചിക്കൻ ഇങ്ങോട്ട് എടുക്ക്, വെള്ളം എടുക്ക്, അച്ചാറെടുക്ക്. അങ്ങനെ ഓരോന്നും പറഞ്ഞ് അവൾക്ക് നിന്ന് തിരിയാൻ സമയം കിട്ടില്ല. എല്ലാറ്റിനും സുലൈഖ തന്നെ വേണം. ഷാഹിനാക്കുള്ള മഹർ നമ്മൾ വാങ്ങേണ്ടി വരുമോ? ഭക്ഷണം കഴിക്കുന്നതിനിടെ ആമിനുമ്മയുടെ മകൾ ആരിഫയുടേതായിരുന്നു ആ ചോദ്യം. എൻ്റെ മോളെ, അത് ഫൈസി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു 5 പവൻ. 5 പവൻ്റെ മാലയെങ്കിലും കൊടുക്കണ്ടേ? അവരൊക്കെ വലിയ വീട്ടുകാരല്ലേ. ഷെപ്പിൻ്റെ കാഠിന്യം കൊണ്ട് അടുക്കളയിലെത്തിയ സുലൈഖക്ക് ഇതും കൂടി കേട്ടപ്പോൾ അവിടെ പിന്നെ നിൽക്കാനായില്ല. അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്കോടി. എൻ്റെ റബ്ബേ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? എനിക്കിതൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ലല്ലോ. എന്തിനാ റബ്ബേ ഇങ്ങനെ പരീക്ഷിക്കുന്നത്? ഫൈസിക്ക് വന്ന് എല്ലാം സംസാരിച്ച് ശരിയാകുമായിരിക്കും, അങ്ങനെ എൻ്റെ മനസ്സ് പറയുന്നു. ഫൈസിയുടെ മനസ്സ് മാറുമോ? നമുക്ക് നാളെ കാത്തിരുന്ന് കാണാൻ. ബാക്കി എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.